ഹായ്, IBSന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 84,500 സാലറിയുമായിട്ട് ഫെഡറൽ ബാങ്കിന്റെ PO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ സ്കെയിൽ 1 ആണ് ഈ പോസ്റ്റിന്റെ പേര്. നമുക്ക് ഡേറ്റ്സ് നോക്കാം. 2025 ഒക്ടോബർ 27 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. പരീക്ഷ നടക്കുന്നത് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. നടക്കുന്നത് 2025 നവംബർ 16 തീയതിയാണ്. നമുക്ക് ഈ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ PG ആണ്. സാധാരണഗതിയിൽ നമുക്കൊരു PO പോസ്റ്റിന് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് നമുക്ക് PG ആണ് ക്വാളിഫിക്കേഷനായിട്ട് PO പോസ്റ്റുകളിലേക്ക് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, PG മാത്രമല്ല, നമ്മൾ 10ാം ക്ലാസ് +2 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാ ലെവലും 60% ഓർ എബോവ് മാർക്ക് മേടിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഏജ്. ജനറൽ കാറ്റഗറിക്ക് 27 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ബാങ്ക്, ഫിനാൻസ് സർവീസ്, ഇൻഷുറൻസ് ഇത് ഏതെങ്കിലും ഒരു സെക്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റിന് അതിൽ 1 ഇയർ റിലാക്സേഷൻ കിട്ടും എന്നാണ്. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 32 വയസ്സ് വരെയും ഈ പരീക്ഷ എഴുതാമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഏജ് കാറ്റഗറിയിൽ പറയുന്നുണ്ട്. അടുത്തത് സ്കെയിൽ ഓഫ് പേ ആൻഡ് അതർ ഇമോൾമെന്റ്സ്. നമുക്കറിയാമല്ലോ, ഒരു ബാങ്കിന്റെ ബേസിക് പേയേക്കാളിലൊക്കെ വളരെ വലുതായിരിക്കും അതിന്റെ നമുക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി. ഇവിടെ പറഞ്ഞേക്കുന്ന ബേസിക് പേ 48,480 ആണ് ബേസിക് പേ പറയുന്നത്. പക്ഷേ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ തന്നെ കിട്ടാൻ പോകുന്ന ശമ്പളം 84,500 രൂപയാണ്. PG ഹോൾഡർ ആയിരിക്കണം, 60% പാസ് മാർക്ക് ഉണ്ട്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിട്ട് ഈ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി 84,500 രൂപയാണ്. പിന്നെ അല്ല, നമുക്കറിയാലോ, നമുക്ക് പേയ്മെന്റിനേക്കാളും പെർക്വിസിറ്റ്സ് ആണ് ബാങ്ക് എക്സാംസിൽ കൂടുതൽ. തീർച്ചയായിട്ടും അതും ഇവിടെയുണ്ട്. അപ്പം റോൾ ഓവർവ്യൂ, എന്താണ് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ എന്താണ്? തീർച്ചയായിട്ടും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, ക്ലയന്റ് മാനേജ്മെന്റ് ചെയ്യുക, ഫീൽഡ് വിസിറ്റ് ചെയ്യുക. അങ്ങനെ തീർച്ചയായിട്ടും ബിസിനസ് ഡെവലപ്മെന്റ് തന്നെയാണ് ഇത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. പിന്നീട് നമ്മൾ നോക്കേണ്ട പീരീഡ് ഓൺ പ്രൊബേഷൻ പീരീഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഈ സെയിൽസ് ഓഫീസറായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ ഓഫീസറായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾ 2 വർഷം പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഇവിടെ നമുക്ക് കേരളത്തിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്ന എക്സാം സെന്റേഴ്സ് വരുന്ന ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന സെന്റേഴ്സ് ആണ്. അടുത്തത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, അതുപോലെ റീസണിങ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ QA 20 ചോദ്യങ്ങൾ 20 മാർക്ക്, ജനറൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യങ്ങൾ 10 മാർക്ക്, ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്ക്, 75 മിനിറ്റ് ആണ് പരീക്ഷ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ സിലബസ്. നമുക്ക് കണ്ട് വന്ന പാറ്റേണിൽ വന്നൊരു ചെറിയ വ്യത്യാസം വരുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, ഒരു ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ടും വരുന്ന നെഗറ്റീവ് മാർക്ക് സിസ്റ്റം ഈ പരീക്ഷയ്ക്കുണ്ട്. അതുപോലെ നമുക്ക് 2025 നവംബർ 16 ഈ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനോടൊപ്പം തന്നെ നമുക്കൊരു 15 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു സൈക്കോമെട്രിക് ക്വസ്റ്റ്യനെയർ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഈ ഒരു എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അതിനുശേഷം ഇൻ്റർവ്യൂവും കഴിയുമ്പോഴായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്കിനി നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസാണ്. ഇപ്പം ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അതേഴ്സിന് 800 രൂപയാണ്, SC/STക്ക് 160 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് PO അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും PG-ക്കാർക്ക് വേണ്ടി ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ PG-ക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. കാരണം നമുക്ക് ഇപ്പോൾ ബാങ്ക് ആസ്പിറൻസ് തന്നെയാണ് നോക്കുമ്പം കൂടുതൽ പേരും ഡിഗ്രിയും ബിടെക്കും ഒക്കെ കഴിഞ്ഞവരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കോമ്പറ്റീഷൻ കുറവാണ്, പക്ഷേ ഒരു വലിയ പോസ്റ്റാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. സോ അപ്ലൈ ഫാസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ.